89.6 FM Sargakshetra SK Junction. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു SK ജംഗ്ഷൻ. കൂടെയുള്ളത് തന്നെയാണ്. ഇന്ന് മെയ് 26 തീയതിയാണല്ലേ. എന്തായാലും സൂപ്പർ 26ന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമ്മുടെ കൂടെ ഇന്ന് സർഗക്ഷേത്ര 89.6 FM ജോയിൻ ചെയ്യുന്നുണ്ട്. അതാരാണെന്ന് പറയുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇന്ന് സൂപ്പർ 26ൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂവിനെ പറ്റി സംസാരിക്കാനാണ് എത്തിയിട്ടുള്ളത്. ഈ ഇഷ്യൂവിനെ നമുക്ക് എങ്ങനെ നമ്മുടെ ഈ ഒരു ഹോൾ വേൾഡിൽ നിന്ന് തന്നെ നമുക്ക് തുടച്ചു നീക്കാനായിട്ട് പറ്റും. ഇന്ന് ഞാനിനി സർപ്രൈസ് അധികം ഇടുന്നില്ല. ഇന്നത്തെ ദിവസത്തിന്റെ, അതായത് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മെയ് 31 തീയതി വേൾഡ് നോ ടൊബാക്കോ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇന്ന് സൂപ്പർ 26ലൂടെ നമ്മൾ അറിയാനായിട്ട് പോകുന്നതും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് മാങ്ങാനം ട്രാഡ, അതായത് ടോട്ടൽ റെസ്പോൺസ് ടു ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ് എന്ന സെന്ററിലെ ഫൗണ്ടർ സിസ്റ്റർ ഡോക്ടർ ജോആൻ ചുങ്കപ്പുരയാണ്. സിസ്റ്റർ, വെൽക്കം ടു ദി ഷോ. ഹലോ. ഇന്ന് ലോകത്തിൽ ടുബാക്കോയുടെയും മദ്യത്തിന്റെയും അതിപ്രസരം കൊണ്ട് അനേകം ജീവനുകൾ പൊലിയുന്നുണ്ട്. എന്നാൽ ടുബാക്കോയും മദ്യത്തിനും ലൈസൻസ് ഉള്ള ലീഗൽ ഡ്രഗാണ്. രണ്ടും മരണത്തിലേക്ക് വലിച്ചിരിക്കുന്നുവെങ്കിലും നിയമപരമായി ഉണ്ടാക്കാനും വിൽക്കാനും അവകാശം കൊടുത്തിരിക്കുകയാണ് എല്ലാ രാഷ്ട്രങ്ങളും. നമ്മുടെ നാട്ടിൽ ഇന്ന് സുപ്രധാനമായിട്ടുമുള്ള ഒരു വ്യവസായമായി മദ്യവ്യവസായവും ടുബാക്കോയും മാറിയിരിക്കുകയാണ്. കുറച്ചു നാളുകളായി ടുബാക്കോയെ കുറിച്ച് കുറച്ചെങ്കിലും ഒരു അറിവ് കിട്ടിയതിന്റെ പേരിൽ മനുഷ്യർ ബീഡി വലിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും കുറച്ചുവെങ്കിലും ടുബാക്കോയുടെ മറ്റ് ഏജന്റായിട്ടുള്ള ഈ സിഗരറ്റും അതോടൊപ്പം തന്നെ ഹാൻസും മറ്റു ടുബാക്കോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സ്നിഫിങ്ങും ഇന്നും കേരളത്തിലുണ്ട് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും മോഡേൺ ജെൻസിയുടെ ഇടയിൽ ടുബാക്കോ ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ് ഈ സിഗരറ്റ്. അതിലൂടെ യാതൊരു ദോഷവും ഉണ്ടാകുന്നില്ല എന്നുള്ള മട്ടിൽ അനായാസം ഒരു റിലാക്സേഷൻ മെത്തേഡായിട്ട് കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നു. 12ാം ക്ലാസ് 10ാം ക്ലാസ്സിലുള്ള കുട്ടികളെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവർ ഇത് ഉപയോഗിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ ഇതിനുള്ള ഒരു സാഹചര്യം, അന്തരീക്ഷം കേരളത്തിലുണ്ട് എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. ടുബാക്കോ ഒരു കില്ലർ നമ്പർ 1 ആണ്. മറ്റൊന്നുകൊണ്ടുമല്ല, ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട രോഗം ഹൃദ്രോഗമാണ്. ഈ കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ കാർഡിയാക് ഇറഗുലാരിറ്റീസ് അധികവും നിക്കോട്ടിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റാണ്. ഈ സിഗരറ്റാണ് എന്ന് പറയുമ്പോൾ കാർബൺ ഡയോക്സൈഡിൻ്റെ കുറവും താറിൻ്റെ കുറവും ഉണ്ട് എന്നല്ലാതെ നിക്കോട്ടിൻ്റെ അളവ് വളരെ കൂടുതൽ തന്നെയാണ്. നമ്മൾ പറയുന്ന ലോകത്തിലെ സ്റ്റാൻഡേർഡുള്ള 555 പോലെയുള്ള സിഗരറ്റിലുള്ളതിനേക്കാൾ 3 ഇരട്ടിയും 5 ഇരട്ടിയും കൂടുതലാണ് കേരളത്തിലെ സിഗരറ്റിലും ബീഡിയിലുമുള്ള നിക്കോട്ടിൻ്റെ അംശം. എന്ന് പറയുമ്പോൾ നമ്മൾ ഹൃദ്രോഗികളാകാൻ വേറൊന്നും വേണ്ട, ഒരു 5 സിഗരറ്റ് ഒരു ദിവസം എടുത്താൽ മതി. അങ്ങനെ നേരത്തെ തന്നെ ജീവൻ പൊലിഞ്ഞു പോകുന്നു. എത്രയോ കഴിവുള്ളവരും അറിവുള്ളവരും സമൂഹത്തിന് സേവനം ചെയ്യുന്നവരും ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്നവരുമാണ് അകാല മൃത്യുവിന് ഇരയാകുന്നത്. ഓരോ സിഗരറ്റും 5 മിനിറ്റ് ആയുസ് വീതം ഇങ്ങനെ വെട്ടിക്കുറയ്ക്കുകയാണ്. ടുബാക്കോയിൽ നിന്ന് വേറെ ദൂഷ്യമായിട്ട് വരുന്നത് കാർബണാണ്. കാർബണിന്റെയും താറിന്റെയും ഉപദ്രവം കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുക. ഈ ക്യാൻസർ ലങ് ക്യാൻസർ, ഓറൽ ക്യാൻസർ, ഫാരിങ്സ് ആൻഡ് ലാരിക് ക്യാൻസർ ഇങ്ങനെയുള്ള ക്യാൻസറുകൾ ഉണ്ടാക്കുന്നു. അതുകൂടാതെ തന്നെ അൾസൈമേഴ്സ് അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന രോഗം ഇന്ന് കേരളത്തിൽ കൂടുതലും കാണുന്നത് സ്മോക്കേഴ്സിൻ്റെ ഇടയിലാണ്. സ്മോക്കേഴ്സിൻ്റെ ഇടയിലും ആൽക്കഹോളിക്സിൻ്റെ ഇടയിലും മറവി രോഗം കൂടാൻ കാരണം അവരുടെ തലച്ചോറിൽ കോടാനകോടി കോശങ്ങൾ ഉള്ളതിൽ കുറേയെങ്കിലും നേരത്തെ തന്നെ നശിച്ചു പോകുന്നുണ്ട്. ഈ നശിച്ചു പോകുന്നത് പ്രത്യേകിച്ചും ഫ്രണ്ടൽ ലോബിലും കോർട്ടക്സിലുമുള്ള കോശങ്ങളാകുമ്പോൾ മനുഷ്യൻ്റെ മെമ്മറി അല്ലെങ്കിൽ ബോധം ഇതിന് ക്ഷയം വരികയാണ്. അങ്ങനെ ബോധാക്ഷയം സംഭവിക്കുന്ന ഡിമെൻഷ്യ, അൾസൈമേഴ്സ് ഡിമെൻഷ്യ ഇത് ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ മറ്റു മറവി രോഗങ്ങളും ഇന്ന് കേരളത്തിലുണ്ട്. പാർക്കിൻസോണിയൻ പോലെയുള്ള ഞരമ്പ് രോഗങ്ങൾ, ഈ ബാലൻസ് ഇല്ലായ്മ, കൈ വിറയ്ക്കുക, കാല് വിറയ്ക്കുക, ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇത് രണ്ടും ഡിപ്രസീവാണ്. ടുബാക്കോ ഒരു സ്റ്റിമുലൻ്റ് അല്ല, ടുബാക്കോ ഒരു ഡിപ്രസൻ്റാണ്. അത് കേന്ദ്ര നാഡീവ്യൂഹത്തെ തളർത്തിക്കളയുന്ന ഒരു ഡിപ്രസൻ്റാണ്. അത് ഉപയോഗിക്കുന്ന ഒരാൾ ഡിപ്രഷൻ, ആത്മഹത്യ ഇവയെ വിളിച്ചു വരുത്തുകയാണ്. അസ്വസ്ഥത വരുന്ന മനുഷ്യൻ തലച്ചോറിലെ അസ്വസ്ഥതയെ മനസ്സിലാക്കി സുഹൃത്തുക്കളോട് സംസാരിക്കുകയോ പ്രാർത്ഥിക്കുകയോ പുസ്തകം വായിക്കുകയോ റേഡിയോ കേൾക്കുകയോ പാട്ട് കേൾക്കുകയോ നീന്താൻ പോവുകയോ ചെയ്യുന്നതിന് പകരം പെട്ടെന്ന് സിഗരറ്റ് കത്തിച്ച് വായിലേക്ക് വെക്കുക, അല്ലെങ്കിൽ ഹാൻസ് പൊട്ടിച്ച് വായിലേക്ക് ഇടുക, അല്ലെങ്കിൽ സ്നിഫിങ് നടത്തുക. ഇതാണ് നമ്മൾ കണ്ടിരിക്കുന്ന ഷോർട്ട് കട്ട് മെത്തേഡ്.
അതൊരു പ്രശ്ന പരിഹാരമല്ല. ഓക്കെ സിസ്റ്റർ, ശരിക്കും പുകയിലയുടെ ഉപയോഗം ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിൽ എത്രത്തോളം വെല്ലുവിളികൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് സിസ്റ്റർ ഏറ്റവും കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമ്മുടെ കൂടെ പറഞ്ഞു തന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു മൂവ്മെന്റ് കാര്യമായിട്ട് തന്നെ, അതായത് എല്ലാവരിലേക്കും എത്തിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ സിസ്റ്റർ ജോവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. സിസ്റ്റർ, നമുക്കൊരു പാട്ടൊക്കെ കേട്ടിട്ട് വന്നാലോ? ഓക്കെ. സോ സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ ഇന്ന് സൂപ്പർ 26ന്റെ ഭാഗമായി നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം May 31st സേ നോ ടുബാക്കോ ഡേ ആണ്. അതിനോട് മുൻപോടിയായിട്ട് നമ്മുടെ ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ കൂടെ ഒരു എക്സ്പേർട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ട്രാഡ മാങ്ങാനത്തിന്റെ ഫൗണ്ടർ സിസ്റ്റർ ഡോക്ടർ ജോവാൻ ചുങ്കപ്പുരയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. സിസ്റ്റർ, നമ്മൾ ഈ ഒരു ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറയുന്നത് ഒരുപാട് ജീവനുകളെ രക്ഷിക്കുന്ന ഒരു വലിയ ദേവാലയം ആയിട്ട് തന്നെയാണ് ഞാനും പറയുന്നത് കേട്ടോ. കാരണം എല്ലാവർക്കും അവരുടെ പുതിയൊരു ജീവിതത്തിലേക്ക് അവരെ നയിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയല്ലേ ഒരു റീസ്റ്റാർട്ട് എപ്പോഴും നമുക്ക് പലർക്കും പല സമയങ്ങളിലും ആവശ്യമാണ്. അങ്ങനെ ഒരു നമുക്ക് തരുന്ന ഒരു സ്ഥലം കൂടിയാണ് ട്രാഡ എന്ന് പറയുന്നത്. ശരിക്കും ഗവൺമെന്റ് അപ്രൂവൽ കിട്ടുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഇങ്ങനെയൊരു ഡി അഡിക്ഷൻ സെന്ററിന്റെ നടത്തിപ്പ് കൊണ്ടുപോകുന്നത് സിസ്റ്റർ? 1980 ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ് ബിരുദം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്ത് തിരിച്ചു വരുമ്പോൾ പള്ളിക്കാപ്പറമ്പിൽ തിരുമേനിയാണ് എന്നെ ഈ ഫീൽഡിലേക്ക് കൈപിടിച്ച് കയറ്റുന്നത്. എന്നോട് പറഞ്ഞു, ഒത്തിരി ആൾക്കാർ കുടുംബം തകരുന്നതിന് കാരണം മദ്യപാനവും പുകവലിയുമാണ്. ഒരു ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങുന്ന ആശയം പറഞ്ഞപ്പോൾ അദ്ദേഹം അത് 2 കൈയും നീട്ടി സ്വീകരിച്ച് പാലായിൽ ആരംഭിക്കാൻ പറഞ്ഞു. 1983 പാലായിൽ ആരംഭിക്കുകയും അതോടുകൂടി അത് വിജയപ്രദമാകുമെന്ന് മനസ്സിലാക്കിയ ഞാൻ കോട്ടയത്തേക്ക് വന്ന് ഫാദർ ജോർജ് കോലത്ത്, സംയുക്ത ക്രൈസ്തവ മദ്യവർജന സമിതിയുടെ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു ഡി അഡിക്ഷൻ സെന്റർ കോട്ടയത്ത് നമുക്ക് തുടങ്ങാം. എക്യൂമിനിക്കലായിട്ട് 5 സഭകൾ ചേർന്നാണ് ഈ സെന്റർ ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ നോഹൗ എനിക്കായിരുന്നു അറിയാമായിരുന്നത്. കാരണം ഞാൻ ഇതേക്കുറിച്ചുള്ള പഠനം അമേരിക്കയിൽ പോയി നടത്തി. അതിന്റെ ഫലമായിട്ട് പുതിയ രീതിയിലുള്ള ഡി അഡിക്ഷൻ ഹോസ്പിറ്റലുകളിൽ നിന്ന് വെടിയിച്ച്, സൈക്യാട്രിക് യൂണിറ്റുകളിൽ നിന്ന് വെടിയിച്ച് ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിലെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യാമെന്നുള്ള ഒരാശയം പൈനിയറിയത് മുന്നോട്ട് കൊണ്ടുവന്നു. അതാണ് ടോട്ടൽ റെസ്പോൺസ് ടു ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. ഇവിടെ ബോധവൽക്കരണമുണ്ട്, ഡീടോക്സിഫിക്കേഷൻ ഉണ്ട്, ചികിത്സയുണ്ട്, ഒരു പരിധിവരെ പുനരധിവാസം, പിന്നെ അവയർനെസ് പ്രോഗ്രാം, ബോധവൽക്കരണമുണ്ട്. പിന്നെ ഇതിന് ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്ന MSW MSc കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും SRC ഗവൺമെന്റ് ഓഫ് കേരളയുടെ SRC സ്റ്റേറ്റ് റിസോഴ്സിന്റെ കീഴിലുള്ള കൗൺസിലിംഗ് പ്രോഗ്രാം, സർട്ടിഫൈഡ് ആൻഡ് ഡിപ്ലോമ കോഴ്സസും ഉണ്ട്. 30ഓളം സ്റ്റാഫുകളുള്ള ഈ സെന്റർ 15 ബെഡാണ് ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്നത്. അതിന് ഗവൺമെന്റിന്റെ സഹായമുണ്ട്, ഒരു സബ്സിഡിയോടുകൂടിയാണ്. അതുകൊണ്ട് വലിയൊരു തുക സാധാരണ ജനങ്ങൾക്ക് തരേണ്ടി വരുന്നില്ല. ഒരു 15,000 രൂപ കൊണ്ട് ഒരു മാസത്തെ ട്രീറ്റ്മെന്റും ഭക്ഷണവും എല്ലാം നടക്കും. എന്നാൽ മുറികളെടുത്തും AC മുറികൾ വേണ്ടി വരും, എല്ലാം ഉണ്ടല്ലോ. കാരണം ഇന്ന് കുറേ മലയാളികൾ പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, ഗൾഫിലും അമേരിക്കയിലും കാനഡയിലും. അവർക്ക് ഇങ്ങനെ ഒരു വാർഡിലോ ഒരു ക്യൂബിക്കിളിലോ ഒന്നും കിടന്നാൽ പോരാ. അപ്പം മുറികളും കൂടെ ഉണ്ടാക്കിയപ്പോൾ ഇന്ന് ഏതാണ്ട് 30ഓളം പേരെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴും തന്നെ 28-30 പേരുണ്ട്. അതിലൊരു 4-1 പേര് ഡ്രഗ് അഡിക്ട്സ് ആണ്. MDMA എന്ന് പറയുന്ന മരുന്നും കഞ്ചാവും. ചിലർ LSD എടുക്കുന്നവരുണ്ട്, ചിലർ ഹാഷിഷ് എടുക്കുന്നവരുണ്ട്, ഹെറോയിൻ എടുക്കുന്നവരുണ്ട്, ഉറക്ക ഗുളികൾ എടുക്കുന്നവരുണ്ട്, കുത്തിവെക്കുന്നവരുണ്ട്, പെതഡിൻ, TD ജെസിക്, ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള മയക്കുവസ്തുക്കൾ എടുക്കുന്നവരുണ്ട്. എന്നാൽ നല്ലൊരു പങ്കും 2 ഭാഗവും മദ്യം ഉപയോഗിക്കുന്നവരാണ്. ഈ മദ്യപാനികളിൽ ഏതാണ്ട് കുറേ പേരെങ്കിലും ടുബാക്കോ ഉപയോഗിക്കുന്നവരാണ്. കാരണം ടുബാക്കോയും മദ്യവും രണ്ടും ഡിപ്രസൻ്റാണ്, കേന്ദ്ര നാഡീവ്യൂഹത്തെ തളർത്തുന്നവയാണ്, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒരു നിരാശയുണ്ടാക്കുന്നവയാണ്. അപ്പോൾ മദ്യം മാത്രം കുടിച്ചിരിക്കുമ്പോൾ അവർക്ക് കിക്ക് കിട്ടാതെ വരുമ്പോൾ അവർ പുകയിലയും കൂടെ വലിക്കുകയാണ്. വലിക്കുന്നില്ലെങ്കിൽ അവർ വായിലിടുകയാണ്, അല്ലെങ്കിൽ മൂക്കിൽ സ്നിഫ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഹാൻഡ്സായിട്ട് ചവച്ചുകൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ ഏത് വിധത്തിൽ നോക്കിയാലും ഒരു നല്ല ശതമാനം ആൾക്കാർ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തായാലും ട്രാഡയെ പറ്റിയും അതുപോലെ സിസ്റ്ററിന്റെ ഈ ഒരു വലിയ മിഷനെ പറ്റിയിട്ട് നമുക്ക് കാര്യമായിട്ട് അറിയേണ്ടതുണ്ട്. സോ സൂപ്പർ 26-ൽ നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. സർഗക്ഷേത്ര 89.6 FM-ലൂടെ കൂടെയുള്ളത് തന്നെയാണ്.
89.6 FM Sargakshetra. SK Junction. വെൽക്കം ബാക്ക് ടു എസ് കെ ജംഗ്ഷൻ. കൂടെയുള്ളത് തന്നെയാണ്. ഇന്ന് സൂപ്പർ 26ന്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മാങ്ങാനം ടോട്ടൽ റെസ്പോൺസ് ടു ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ്, അതായത് ട്രാഡയുടെ ഫൗണ്ടർ സിസ്റ്റർ ഡോക്ടർ ജോആൻ ചുങ്കപ്പുരയാണ്. സിസ്റ്റർ, നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം നമുക്കറിയാലോ, ഇന്നത്തെ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ ഒരു അഡിക്റ്റ്, മദ്യപാനി അല്ലെങ്കിൽ പല തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർ, അവർക്ക് അതിന്റെ ഉപയോഗം മാറ്റി നിർത്താനായിട്ട് പറ്റാത്തവരുണ്ടെങ്കിൽ അവർ സ്വയമായിട്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധം കാരണം ആണ് ഇങ്ങോട്ട് വരുന്നതെങ്കിലും അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ അവര് തയ്യാറായാലേ നമുക്കത് അവരുടെ ബോഡിയിൽ അത് വർക്ക് ആവുള്ളൂ, അല്ലെ? സോ ഈ ഹോൾ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, ഈ ട്രീറ്റ്മെന്റിന്റെ പ്രോസസ് ഒക്കെ എങ്ങനെയാണ് സിസ്റ്റർ വരുന്നത്? ആക്ച്വലി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് 1 മാസത്തേക്ക് നടത്തുന്നുവെങ്കിലും ആദ്യത്തെ ഒരാഴ്ച മദ്യം മയക്കുമരുന്ന് ശരീരത്തിൽ നിന്ന് ഇറക്കിക്കളയുക എന്നുള്ളതാണ്. ആ ഇറക്കിക്കളയുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പലരും പറയും, ഞാൻ ധ്യാനം കൊണ്ട് നിർത്തി, അല്ലെങ്കിൽ ഞാൻ ഇന്ന് വേണ്ടാന്ന് വെച്ചു. പെട്ടെന്ന് അങ്ങനെ ചിലപ്പോൾ മദ്യപാനം, പുകവലൈ അങ്ങനെയുള്ളവ നിർത്തിയാൽ ചിലപ്പോൾ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കോ തലച്ചോറിന് ക്ഷതമോ മറവിയോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ ഉള്ളിൽ കിടക്കുന്ന വിഷം ഇറക്കിക്കളഞ്ഞേ പറ്റൂ. അത് നോർമലായിട്ട് സമയമെടുക്കും, ഒത്തിരി സമയമെടുക്കും. 1.5 വർഷം കൊണ്ടേ ഉള്ളൂ കരൾ ക്ലിയർ ആകുന്നുള്ളൂ. എന്നാൽ മരുന്നിൻ്റെ സഹായത്തോടെ, മരുന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് ആണ് നമ്മൾ ഉദ്ദേശിക്കും. ഗ്ലൂക്കോസ് കുത്തിവെക്കുന്നു, വിറ്റാമിനുകൾ കുത്തിവെക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തലച്ചോറിൽ നിന്ന് ഈ ഡയസെപ്പാം റിസപ്റ്ററിലാണത് ഇത് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് മദ്യം ഇറങ്ങുന്നതനുസരിച്ച് തലച്ചോറിൻ്റെ ബാലൻസ് തെറ്റാതിരിക്കാൻ അതിൻ്റെ ക്യാരക്ടറുള്ള വേറൊരു ചെറിയ ഗുളിക നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് വെറും 10 ദിവസം അല്ലെ 2 ആഴ്ചയെ കൊടുക്കുന്നുള്ളൂ. അത് ചെയ്ത് ധാരാളം വെള്ളം കുടിപ്പിച്ച് ആളിനെ വളരെ വിശ്രമിപ്പിച്ച് ഉറക്കത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത് ഡീറ്റോക്സ് ചെയ്യുന്നു. ഇത് മോട്ടിവേറ്റ് ചെയ്യേണ്ടത് ഫാമിലി മെമ്പേഴ്സാണ്. മദ്യപിക്കുന്ന ഒരാൾ ഒരിക്കലും എത്ര വലിയ ബോർഡ് എഴുതി വെച്ചാലും തന്നെത്താനെ ചികിത്സിക്കാൻ വരികയില്ല. ഒരു 5% പേരെ അങ്ങനെ തന്നെത്താനെ ഞാൻ രോഗിയാണ്, ഇങ്ങനെ പോയാൽ ഞാൻ നശിക്കും, എനിക്ക് നിർത്തണമെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു വന്നിട്ടുള്ളൂ. ബാക്കി 95% സമൂഹത്തിലുള്ള നല്ല വ്യക്തികളും കുടുംബാംഗങ്ങളും പള്ളിയിലുള്ളവരും പഞ്ചായത്തിലുള്ളവരും നാട്ടുകാരും കൂടി സഹകരിച്ച് അതിൻ്റെ ദൂഷ്യം പറഞ്ഞ് മനസ്സിലാക്കി സോപ്പിട്ട് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് കഴിയുമ്പോഴും ഒരാദ്യത്തെ 2-3 ദിവസം നല്ല ബലപ്രയോഗമാണ്. അവർക്ക് വന്നത് അധികപ്പറ്റായെന്ന് തോന്നും. പുതിയ പുതിയ കഥകൾ അവർ പറയാൻ തുടങ്ങും. എനിക്ക് ഉടനെ തന്നെ പോകണമെന്ന് പറയും. ഇന്നാര് വരുന്നു, മറ്റാര് വരുന്നു, ഒരാൾ മരിച്ചു, അയലോകത്ത് മരിച്ചടക്കാണ്, ബാങ്കിൽ നിന്ന് പണം കടമെടുക്കാനുണ്ട്, ഇങ്ങനെ ഇല്ലാത്ത എക്സ്ക്യൂസും എമർജൻസിയും പറഞ്ഞ് ഇറങ്ങിപ്പോകാനാണ് നോക്കുന്നത്. ആദ്യത്തെ ഒരാഴ്ച നല്ല ഒരു പിടുത്തമാണ് അവിടെ കിടന്ന്. അതിന് നല്ല ക്ഷമ വേണം, കരുണ വേണം. അതേസമയം ടഫ് ലവ് എന്ന് പറയും. സ്നേഹിക്കുക, പക്ഷെ ഒന്നും അവർ പറയുന്ന നുണ വിശ്വസിക്കരുത്. പിടിച്ചു നിൽക്കണം. ആ പിടിച്ചു നിന്ന് അവരെ ഓതി കിടത്തിയിട്ട് പിന്നെ നമ്മൾ ഇവരുടെ കുട്ടിക്കാലം മുതലുള്ള ചരിത്രം എടുക്കുകയാണ്. എവിടെയാണ് ഇവരുടെ വ്യക്തിത്വം തളർന്നു പോയത്, എവിടെയാണ് അവർ അഡിക്ഷനിലേക്ക് പോകേണ്ട ഒരു അപകർഷതാബോധത്തിലേക്ക് വ്യക്തിത്വം ഒതുങ്ങിപ്പോയത്, ഹോബികളില്ലാതായത്, ഈ ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ ടെൻഷൻ ഒഴിവാക്കുന്ന കള്ളത്തരം കണ്ടുപിടിച്ചത്, കൂട്ടുകാര്, ജീവിതശൈലി, ഇത് മുഴുവൻ അപഗ്രഥിച്ച് മനസ്സിലാക്കണം. ഒത്തിരിയും പേപ്പർ വർക്കും ഒത്തിരിയും കൗൺസിലിങ്ങും പേഴ്സണലായിട്ടും ഫാമിലിയായിട്ടും കൊടുക്കണം. പിന്നെ ഒരു മദ്യപൻ്റെ കുടുംബം മുഴുവനും തന്നെ അപ്പനോർമലാകുന്നുണ്ട് ഒരാൾ കുടിക്കുമ്പോൾ. കാരണം അവിടെ ആശയവിനിമയം 50% ഇല്ല. രാവിലെ സംസാരിച്ച അപ്പനല്ല വൈകിട്ട്. അപ്പോൾ ഒരു സ്ഥിരതയുള്ള ഒരു ആശയവിനിമയമോ വിശ്വസ്തതയോ വിശ്വാസമോ പരസ്പരം മക്കൾക്കും അപ്പനും കൂടി ഇല്ല. അമ്മയും അപ്പനെ കൂടാതെ ജീവിക്കുന്ന ഒരു ജീവിതശൈലിയിലേക്ക് വഴുതി മാറിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നേതൃത്വവും വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. ഇതെല്ലാം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് 1 മാസം കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഭാര്യമാരെ നമ്മൾ കൗൺസിലിങ്ങിന് വിളിക്കുമ്പോൾ മക്കളുടെ കാര്യം പറഞ്ഞ് ചിലർ വരാതിരിക്കും. അപ്പോൾ ഞങ്ങൾ അരിശപ്പെടും. മക്കൾ എങ്ങനെയെങ്കിലും ജീവിക്കും, നിങ്ങളിവിടെ വന്ന് ഭർത്താവിനോട് സഹകരിക്കണം, അദ്ദേഹം പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾ മരുന്നെടുത്ത് കൊടുക്കണം, നിങ്ങൾ ഓർമ്മപ്പെടുത്തണം കൂട്ടുകാരുടെ കൂടെ പോകരുതെന്നുള്ളത്. കൂട്ടുകാരുടെ കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾ കൂട്ടത്തിൽ പോയി വേറെ വല്ല പരിപാടിയും നിങ്ങളായിട്ട് ഒരുമിച്ച്
ഷോപ്പിങ്ങോ ഔട്ടിങ്ങോ ഒക്കെ നടത്തണം, മക്കളുടെ കൂടെ ഇരുന്ന് അവരെ പഠിപ്പിക്കണം, ഒരുമിച്ചുള്ള യാത്രകളും തീർത്ഥയാത്രകളും നടത്തണം. ഇങ്ങനെ കുടുംബത്തെ മുഴുവൻ ആരോഗ്യപരമായ ഒരു ജീവിതശൈലി പഠിപ്പിക്കുകയാണ്. ഇവരെ എയുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരും. കാരണം ഇവർ പൊതുവെ ഒരു ഏകാന്ത പതികരാണ്. അവരെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാക്കുന്നതാണ് അമേരിക്കയിൽ തുടങ്ങി വെച്ച ആൽക്കഹോളിക് അനോണിമസ്. 1936 തുടങ്ങിയ ഈ സംഘടനയിൽ ഏതാണ്ട് 1 കോടിയോളം ജനങ്ങൾ ഇന്ന് അംഗങ്ങളായിട്ടുണ്ട്. വേറൊന്നുകൊണ്ടുമല്ല, റിക്കവറിങ് അഡിക്ട്സ് ആണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മനുഷ്യർ ഇന്ന് മദ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും മയക്കുമരുന്നിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും ഈ 12 പടികൾ ഉപയോഗിച്ചാണ്. ഞാൻ അതേക്കുറിച്ച് 2-3 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ലഹരി എന്നുള്ള പുസ്തകം എഴുതി ഏതാണ്ട് 5000 കോപ്പി 6 മാസം കൊണ്ട് വിറ്റുപോയി. കേരളത്തിൽ ആദ്യമായി മലയാളത്തിൽ മദ്യപാനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും എഴുതുന്ന ഗ്രന്ഥമാണത്. ബഹുമാനപ്പെട്ട ചാക്കോച്ചൻ കളപ്പുരയാണ് CMI ആണ് എന്നെ അത് എഴുതാനായിട്ട് സഹായിച്ചത്. പിന്നീട് 12 പടികൾ AI എന്ന് പറഞ്ഞ പുസ്തകം എഴുതി. അത് വളരെയധികം ഇന്ന് എല്ലാ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളും തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷിൽ ട്രീറ്റ്മെൻറ്റ് മോഡൽസ് ഇൻ അഡിക്ഷൻ, അത് MSW MA സൈക്കോളജി പഠിക്കുന്നവർ വന്ന് മേടിച്ച് വായിക്കുന്നുണ്ട്. അതിനകത്ത് പല മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം ഒരുപറ്റം ആൾക്കാർ ഈ മേഖലയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെയാണ് മദ്യപന്മാർക്കൊരു രക്ഷ കണ്ടെത്തിയതും അതൊരു രോഗമാണെന്നും അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ടെന്നും നിയന്ത്രിക്കാമെന്നും അത് കുടുംബരോഗമാണെന്നും മനസ്സിലാക്കിയത്. അതോടെ സാമൂഹ്യമായ ഒരു വിപ്ലവം തന്നെ സോഷ്യൽ മേഖലയിലും ഹെൽത്ത് മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ സിസ്റ്റർ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഈ ഒരു മൊമെന്റിൽ നമ്മൾ എത്രമാത്രം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും വലിയൊരു സംരംഭം നമ്മൾ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സെന്റർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ദേവാലയം എന്നുള്ളത് തന്നെയാണ് നമ്മൾ പലരും വിശേഷിപ്പിക്കുന്നത്. കാരണം ഒരുപാട് ആളുകളെ പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു സെന്ററാണ് ട്രാഡ. അതുപോലെയുള്ള ഒരുപാട് ഡി അഡിക്ഷൻ സെന്ററും. എന്തായാലും ഇന്നത്തെ ഒരു ദിവസത്തിൽ ഈ ഒരു വിഷയത്തെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയുന്നുണ്ട്. സിസ്റ്റർ ഡോക്ടർ ജോൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ എന്തായാലും ഒരു പാട്ട് കേട്ട് വേഗം തിരിച്ചെത്തുന്നതായിരിക്കും SK ജംഗ്ഷനിലേക്ക്. 89.6 FM സർഗക്ഷേത്ര. SK Junction. Once again, welcome back to SK Junction. Super 26ന്റെ ഭാഗമായി നമ്മൾ ഇന്ന് മെയ് 31 സെലിബ്രേറ്റ് ചെയ്തു വരുന്ന സേ നോ ടൊബാക്കോ ഡേക്ക് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആയിട്ടാണ് നമ്മൾ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് തന്നെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. മാങ്ങാനം ട്രാഡയുടെ ഫൗണ്ടർ, അതായത് ടോട്ടൽ റെസ്പോൺസ് ടു ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ്, ഈ ഒരു വലിയ സംരംഭത്തിന്റെ തുടക്കക്കാരി, ഒരു വലിയ പേഴ്സണാലിറ്റി തന്നെയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. സിസ്റ്റർ ഡോക്ടർ ജോആൻ ചുങ്കപ്പുര. സിസ്റ്റർ, നമുക്കറിയാം പല സിസ്റ്റേഴ്സും അല്ലെങ്കിൽ പല രീതിയിലുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യുന്നവരുണ്ട്. ചാരിറ്റി അല്ലെങ്കിൽ പല തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പക്ഷേ സിസ്റ്റർ എന്തുകൊണ്ടാണ് ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങാം, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവിതം ഇതുപോലെ ഗംഭീരമാക്കാം, നമുക്ക് മാറ്റാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഒരു പരിധി വരെ ദൈവനിശ്ചയമാണെന്ന് വേണം പറയാൻ. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ തന്നെ അവിടെ ക്ലാസ്സിലുള്ള കുട്ടികൾ ഒരു ബ്രേക്ക് കിട്ടുമ്പോഴേ പോയി സിഗരറ്റ് കത്തിക്കുന്നു, ഒരാൾ വലിച്ചിട്ട് അടുത്തയാൾക്ക് പാസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു സിഗരറ്റ് ഒരു 10 പേര് കൂടി ബ്രേക്കിൻ്റെ 10 മിനിറ്റ് കൊണ്ട് തീർക്കുക. അങ്ങനെ തന്നെ പലരും ഓരോ മൂല നിന്നുകൊണ്ട് വലിക്കുകയാണ്. ഞാൻ മാത്രം ഒരു വിഡ്ഢിയെ പോലെ അവിടെ ഇരിക്കുകയാണ്. ഇപ്പോഴെല്ലാം ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇത്രമാത്രം ചെറുപ്പക്കാർ ഇങ്ങനെ വലിക്കുന്നെങ്കിൽ ഇതിന് കാരണം എന്താണ്? എൻ്റെ തീസിസ് സമയമായപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫസറോട് ചെന്ന് പറഞ്ഞു, എനിക്ക് അഡിക്ഷനെക്കുറിച്ച്, ടുബാക്കോ അഡിക്ഷനെക്കുറിച്ചും യൂത്തിനെക്കുറിച്ചും ഒരു റിസർച്ച് നടത്തണമെന്നുണ്ട് സർ. എൻ്റെ ഹോസ്റ്റലിലും പെണ്ണുങ്ങൾ കുടിക്കുന്നുണ്ട്, ക്യാൻറ്റീനിലിരുന്ന് കുടിക്കുന്ന ഞാൻ കാണുന്നു. എൻ്റെ അടുത്തുള്ള റൂംമേറ്റ് കഞ്ചാവ് വലിക്കുന്ന ഞാൻ കാണുന്നു. പിന്നെ ക്ലാസ്മേറ്റ്സ് ബ്രേക്കിൻ്റെ സമയത്ത് പുക വലിക്കുന്ന കാണുന്നു. അപ്പോൾ സാറ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ സിസ്റ്റർ, ഇതൊക്കെ പഠിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, ഇത് ഈ പ്രായത്തിൻ്റെ ഒരു പ്രശ്നമാണ്, എങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 50 പേരെ എടുക്കാൻ പറ്റുമോ 6 മാസം കൊണ്ട് എടുത്ത് അവരുടെ സർവേ നടത്തി ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമോ? കാരണം ക്ലിനിക്കൽ സൈക്കോളജിയാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു, സാർ ഞാനത് ചെയ്തു കൊള്ളാം. 50 പേർക്ക് ഇഷ്ടപ്പെട്ട ആളെയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഉടനെ തന്നെ അതിൻ്റെ ഡേറ്റ എല്ലാം കളക്ട് ചെയ്ത്
റിസർച്ചിന് മെറ്റീരിയൽ നോക്കിയപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിൽ അഡിക്ഷനെ കുറിച്ച് ആരും തന്നെ എഴുതിയിട്ടില്ല, തീസിസ് എഴുതിയിട്ടില്ല. പിന്നെ ഞാൻ റിസർച്ചിൻ്റെ PhDയുടെ സൈഡിലോട്ട് മാറിയിട്ട് അവിടെ ചെന്ന് തീസിസുകളെ അപഗ്രഥിച്ചപ്പോൾ അവിടുത്തെ ആ ലൈബ്രറിയൻ എടുത്തു തന്നു. ഒരു ലേഡി മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്തിട്ടുണ്ട്, ഒരു ഡോക്ടർ വെല്ലൂർ ഉള്ള ഒരു സൈക്യാട്രിസ്റ്റ് അഡിക്ഷനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും എടുത്ത് ഞാൻ വായിച്ചു. അല്ലാണ്ട് വേറെ ആരുടെയും തീസിസ് അഡിക്ഷനെ കുറിച്ച് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിലില്ല. അപ്പോൾ വായിച്ചു, അതിൻ്റെ കാരണങ്ങളും സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സാണ് ഞാൻ നോക്കി. പഠിച്ചു കഴിഞ്ഞ് കേരളത്തിൽ വന്നപ്പോൾ പള്ളിക്കാപ്പറമ്പ് തിരുമേനിയാണ് എനിക്ക് ഒരു കൈനീട്ടം തന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം എന്നുള്ള ഒരു ആശീർവാദം തന്നത്. അങ്ങനെ തുടങ്ങിയതാണ് ഡി അഡിക്ഷൻ. ആദ്യമേ പാലായിൽ 83 തുടങ്ങി, പിന്നെ 5 സഭകളും കൂടി ഒരുമിച്ച് കോട്ടയത്ത് തുടങ്ങി. അപ്പോൾ ഇന്ന് ഇത് തുടങ്ങിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഈ ട്രീറ്റ്മെൻറ്റിലൂടെ അനേകായിരങ്ങളെ ഇന്ന് രക്ഷിക്കാൻ പറ്റി. ഒരു വ്യക്തിയല്ല, അവരടങ്ങുന്ന ഒരു കുടുംബം മുഴുവൻ. അപ്പോൾ ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്യുമ്പോൾ മിനിമം 10 പേരെ നമ്മൾ രക്ഷിക്കുന്നുണ്ട്. അവരുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, അവരുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന സ്ഥലം, ജോലി. കാരണം ഇങ്ങനെയുള്ളവർ കുടിച്ചിട്ടാണ് പല ആക്സിഡൻറ്റുകളും ഉണ്ടാകുന്നത്. ഒരു ട്രക്ക് ഡ്രൈവറെ ഞാൻ ട്രീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിന്ന് കോയമ്പത്തൂരോ ഏതാണോ സേലോ അങ്ങോട്ടോ രാത്രിയിൽ ഓടുന്നതാണ്. ഒരു 1.5 കുപ്പി കുടിച്ചിട്ടാണ് ഓടിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു, ഇതിൻ്റെ കൂട്ടത്തിൽ പോകുന്നവരും ഈ വാഹനവും ഏതൊരു സമയത്തും ആക്സിഡൻറ്റിൽ പെടാവുന്നതാണ്. ആരെങ്കിലും ഇത് അറിയുന്നുണ്ടോ? ഇല്ല. എങ്കിലേ ഇദ്ദേഹത്തിന് സ്റ്റിയറിംഗ് പിടിക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഒരവസ്ഥയിലേക്ക് മാറി. ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, കുഞ്ഞെ ഇനി കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഓടിക്കരുത്. നിൻ്റെ മാത്രം ജീവിതമല്ല, അനേകരുടെ ജീവൻ ഇതിനകത്ത് പൊലിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇതോടെ എനിക്ക് മനസ്സിലായി, ഒരു സന്യാസിനി എന്ന നിലയിൽ മെൻ്റൽ ഹെൽത്ത് ഫീൽഡിൽ ഏറ്റവും അനിവാര്യമായിട്ട് കേരളത്തിൽ നിന്ന് ആവശ്യം അഡിക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ഞാൻ പഠിച്ചത് മെൻ്റൽ ഹെൽത്ത് ഏരിയയാണ്, ക്ലിനിക്കൽ സൈക്കോളജി. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്തിലും ഷാദ്ര സൈക്യാട്രിക് ഹോസ്പിറ്റലിലും വേൾഡ് ഹെൽത്ത് WHO ലൈബ്രറിയിലും ഇന്ത്യൻ മെഡിക്കൽ ലൈബ്രറി, അതിനകത്ത് ഒരു 10 തരം ജേർണലുണ്ട് അഡിക്ഷനെ കുറിച്ച്. ജാപ്പനീസ് ജേർണൽ ഓഫ് അഡിക്ഷൻ ഉണ്ട്, ബ്രിട്ടീഷ് ജേർണലുണ്ട്, കനേഡിയൻ ജേർണലുണ്ട്, USA എന്നുള്ള 3 ജേർണൽസ് ഉണ്ട്. അഡിക്ഷനെ കുറിച്ച് ഒത്തിരിയും പേര് വെസ്റ്റേൺ കൺട്രികൾ എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആരും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ലാത്ത ഒരു പബ്ലിക് ഹെൽത്ത് മെനേജ്, ഒരു ഇഷ്യൂ. അത് ഇത്രമാത്രം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാന ഹെൽത്ത് കെയർ മാനസികാരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ട് ആരും ഇതിലേക്ക് കാല് വെച്ചില്ലല്ലോ. ദൈവം എന്നെ ഉന്തി ഇറക്കിയതുപോലെ, ജോനായെ ഇറക്കിയതുപോലെ എനിക്ക് തോന്നുന്നു. എനിക്കും ഒരു അറപ്പായിരുന്നു, ഒരു പേടിയായിരുന്നു. മദ്യപന്മാരെങ്ങനെ എന്നെ സ്വീകരിക്കും, ഇത് വല്ലതും ചെയ്യാൻ പറ്റുമോ, ചെയ്താൽ വിജയിക്കുമോ, ആരിത് മൈൻഡ് ചെയ്യും. പിന്നെ സാമ്പത്തികമായ ഒരു നേട്ടവുമില്ല. ആദ്യത്തെ ഒരു 20 വർഷവും എനിക്ക് ഒരു സാലറിയും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ സഭ വളരെ തുറന്ന മനസ്സുള്ള ഒരു സഭയാണ്, അന്തർദേശീയ സഭയാണ്. അതുകൊണ്ട് ഫൈനാൻസിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, റെലവൻറ്റ് മിഷൻ എന്ന് പറഞ്ഞപ്പോൾ ഏത് രൂപതയിൽ ചോദിച്ചാലും പോകാനും പുസ്തകം എഴുതാനും പ്രസംഗിക്കാനും ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങാനും അനുവദിച്ചു. 5 ഡി അഡിക്ഷൻ സെൻറ്റർ ഞാൻ കേരളത്തിൽ തുടങ്ങി. അത് 3 രൂപതകൾ, പാലാ, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, 3 രൂപതയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു. കൂടാതെ ട്രാഡ എക്യുമിനിക്കലാണ്, 5 എപ്പിസ്കോപ്പൽ സഭകൾ ഒരുമിച്ചുള്ള. അത് ബഹുമാനപ്പെട്ട ജോർജ് കോലത്തച്ഛനാണ് അതിനെന്നെ സഹായിച്ചതും ഈ സ്ഥലം വാങ്ങിയതും കെട്ടിടം പണിയാനുള്ള ഫണ്ട് കണ്ടെത്തിയതുമല്ല. പക്ഷേ ഇതിൻ്റെ നോഹവ് മുഴുവനും ഞാൻ അമേരിക്കയിൽ നിന്ന് പഠിച്ചെടുത്തതുപോലെ തന്നെ ഒരു മോഡലുണ്ടാക്കി, ഒരു സമഗ്ര ചികിത്സയുണ്ടാക്കി. അതിനകത്ത് യോഗ, മെഡിറ്റേഷൻ, പ്രാർത്ഥന, കൗൺസിലിങ്, കുടുംബ കൗൺസിലിങ്, AA-യുടെ 12 പടി, ഡീടോക്സിഫിക്കേഷൻ, സൈക്യാട്രിക് കൺസൾട്ടേഷൻ എല്ലാം ഉൾപ്പെടുത്തി ഒരു സമഗ്ര ചികിത്സയാണ്. അങ്ങനെയാണ് അത് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു തീസിസിൽ തുടങ്ങിയ ഒരു മൂവ്മെന്റ് ആണ് ഇന്ന് ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ചത്. അപ്പോൾ നമുക്കും ഇതുപോലെ എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ ഒരു ചെറിയ തോട്ട് മതി പലരുടെയും ജീവിതങ്ങൾ രക്ഷപ്പെടുത്താൻ. എന്തായാലും സിസ്റ്റർ ജോവാൻ നമുക്ക് ഏറ്റവും വലിയൊരു മോഡൽ തന്നെയാണ്. സോ നമുക്കൊരു സന്തോഷത്തിൽ നമുക്കൊരു പാട്ടിലേക്ക് തന്നെ പോയേക്കാം ആൻഡ് തിരിച്ചു വരാം SK ജംഗ്ഷനിലേക്ക്. 89.6 FM സർഗക്ഷേത്ര. SK Junction.
പാട്ടൊക്കെ കേട്ട് നമ്മൾ SK ജംഗ്ഷനിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. സൂപ്പർ 26ന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. മാങ്ങാനം ടോട്ടൽ റെസ്പോൺസ് ടു ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ്, അതായത് ട്രാഡയുടെ ഫൗണ്ടർ സിസ്റ്റർ ഡോക്ടർ ജോആൻ ചുങ്കപ്പുര. സിസ്റ്റർ, നമ്മൾ കുറച്ച് മുൻപ് വരെ ഒരു ചെറിയ തീസിസിൽ നിന്ന് ഇന്ന് സിസ്റ്റർ എത്തി നിൽക്കുന്ന ഒരു പോയിന്റിന് വരെ നമ്മൾ മെൻഷൻ ചെയ്ത് സംസാരിച്ചിരുന്നു. ശരിക്കും സിസ്റ്ററിന്റെ ലൈഫിൽ ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് സിസ്റ്ററിന് ലഭിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിൽ നിന്ന് ഒന്നെടുത്ത് പറയുകയാണെങ്കിൽ, അതായത് സിസ്റ്ററിന് ഈ ഒരൊറ്റ ദൗത്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചതിൽ സിസ്റ്ററിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മനസ്സമാധാനം, ഒരു സന്തോഷം, ഈ വേർഡ്സ് ഒക്കെ ഞാൻ ഉപയോഗിക്കുകയാണ്, ഇതൊക്കെ തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഷെയർ ചെയ്യാമോ? ഏറ്റവും പ്രധാനമായ ഒരു ചെറുപ്പക്കാരനെ സഹായിച്ചതാണ് ഇപ്പോൾ ഓർക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്ന് വന്നതാണ്. ഡ്രഗ് അഡിക്ഷനും ഉണ്ട്, HIV പോസിറ്റീവുമായിരുന്നു. അപ്പോൾ ഈ ഡ്രഗ് കുത്തിവെച്ചുണ്ടായതാണത്. ഈ പലരും നീഡിൽ ഷെയർ ചെയ്യുമ്പോൾ HIV പോസിറ്റീവായിട്ടുള്ളവരുടെ നമ്മളിൽ കിട്ടും. അപ്പോൾ ഈ പയ്യൻ ഇവിടെ വന്നപ്പോൾ വലിയ നിരാശയിൽ ആത്മഹത്യയുടെ പക്കത്താണ് വന്നത്. ഞാനിവിടെ 1 വർഷം താമസിപ്പിച്ച് ട്രീറ്റ്മെൻറ്റും റീഹാബിലിറ്റേഷനും നടത്തി കൗൺസിലിങ്ങിൽ ഒരു ട്രെയിനിങ്ങും കൊടുത്ത് അവൻ വളരെ ആരോഗ്യവാനായി എന്ന് മാത്രമല്ല ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൗൺസിലറായിട്ട് ഇന്ന് ജോലി ചെയ്യുന്നു. അവൻ്റെ കുടുംബത്തിന് ഞാൻ അവിടെ ചെല്ലുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കത്തില്ല. ഞാനൊരു 10 കൊല്ലം മുമ്പ് ചെയ്ത ഈ സംഗതി ഞാൻ ഈ കഴിഞ്ഞ കൊല്ലം നോർത്ത് ഈസ്റ്റ് വരെ പോയപ്പോൾ അവൻ വന്ന് കണ്ട് സംസാരിച്ച്, സിസ്റ്റർ എന്നെ ഓർക്കുന്നു. ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഇവിടെ സേവനം ചെയ്യുകയാണ്. എൻ്റെ പേരൻസ് പറഞ്ഞു സിസ്റ്ററിനെ കൊണ്ട് അത്താഴം കഴിക്കാൻ വീട്ടിൽ ചെല്ലണം, ബാമ്പൂ ഷൂട്ടൊക്കെ വെച്ച് എന്നതാ സൂപ്പ് പതുക്കണ്ടൊക്കെ ഉണ്ടാക്കി തന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ല തന്നു. എങ്കിലും എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ മറന്നുപോയി. ഞാൻ ഓർത്തു, ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസം എത്രയോ വലുതാണ് എന്നെനിക്ക് മനസ്സിലായി. അതാണ് ഒരു സംഭവം. വേറൊന്ന് ആഫ്രിക്കയിൽ നിന്നാണ്. 5 പേര് ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ വന്ന് ചികിത്സിച്ചു. സിവിയർ ഡ്രഗ് അഡിക്ഷനും ആൽക്കഹോളിസും. അതിലൊരു സ്ത്രീ വളരെയധികം ഡിവോഴ്സിൻ്റെ പക്കത്തായിരുന്നു. ഭർത്താവ് അതിനെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലാണ്. മക്കളും അതിനെ വിട്ടായിരുന്നു. ഞാനിവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു, ട്രീറ്റ് ചെയ്തു, റീഹാബിലിറ്റേറ്റ് ചെയ്തു. ഇന്ന് കെനിയയിൽ ആ സ്ത്രീയുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ കാണുകയും ഞാൻ കൊടുക്കുന്ന വേറൊരു ട്രെയിനിങ് പ്രോഗ്രാം കൗൺസിലിങ്ങിൻ്റെ ഞാൻ അവിടെ ബുങ്കോമ ഡയസിസി കൊടുക്കും. ഉടനെ ആ സ്ത്രീ അകലെ നിന്ന് എന്നെ കാണാനായിട്ട് വന്നു. ഞാനതിൻ്റെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഓക്കെ സിസ്റ്റർ, ഇതില് ഒരുപാട് പറയാനുണ്ട്. നമുക്കറിയാം, ഉള്ളവരുടെ പറയാൻ പേടിയാണ് എനിക്ക്. നമുക്കറിയാം അതിന്റെ ഐഡന്റിറ്റി എത്രത്തോളം ബുദ്ധിമുട്ടാണ്, റിവീൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഫോഴ്സ് ചെയ്യുന്നില്ല. എന്തായാലും ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെമ്മറി ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ എന്താണല്ലേ, അദ്ദേഹം ഇപ്പോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറുകയാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ നമ്മുടെ ഡ്യൂട്ടി ചെയ്തു എന്നുള്ളത് നമുക്ക് തോന്നുന്ന അത്രയും ഒരു റിസൾട്ടാണ് അതൊക്കെ. സൂപ്പർ 26ൽ നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. സർഗക്ഷേത്ര 89.6 FM കൂടെയുള്ളത് തന്നെയാണ്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. പാട്ടുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നത് SK ജംഗ്ഷനിലേക്ക് തന്നെയാണ്. ഇന്ന് സൂപ്പർ 26ന്റെ ഭാഗമായിട്ട് മെയ് 31 തീയതി സേ നോ ടൊബാക്കോ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സൂപ്പർ 26ലൂടെ നമ്മൾ ഇന്നെത്തി നിൽക്കുന്നത് ടോട്ടൽ റെസ്പോൺസ് ടു ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ്, അതായത് ട്രാഡ. ഈ ഒരു ട്രാഡ സെന്ററിൽ നിന്നും റിക്കവർ ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അതിൽ 2-3 പേർ നമ്മുടെ കൂടെ ഇന്ന് SK ജംഗ്ഷനിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അവരുടെ ട്രാഡയിൽ നിന്നുള്ള ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കേൾക്കാം. നമസ്കാരം. ഞാൻ ട്രാഡയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 7 months കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. മദ്യപാനം വളരെയധികം കൂടിയതിനു ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത പ്രകാരമാണ് ഞാൻ ട്രാഡയിൽ എത്തിയത്. അപ്പം മദ്യപാനം നിർത്തണം എന്ന അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പലതവണ ട്രൈ ചെയ്തിട്ട് സാധിച്ചില്ല. അങ്ങനെ ട്രാഡയിൽ വന്നതിന് ശേഷം അവിടുത്തെ റെഗുലർ ആയിട്ടുള്ള കൗൺസിലിങ്ങും ക്ലാസ്സസും പിന്നെ ഡോക്ടറിന്റെയും കൗൺസിലേഴ്സിന്റെയും നഴ്സിംഗ് സ്റ്റാഫിന്റെയും കണ്ടിന്യൂസ് മോട്ടിവേഷനും സപ്പോർട്ടും കൊണ്ട് മദ്യപാനം കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ സാധിച്ചു. റെഗുലർ ആയിട്ട് ഞാനിപ്പോ ഫോളോ അപ്പിന് പോകുന്നുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇടയ്ക്ക് ഫോളോ അപ്പിന് വേണ്ടി തന്നെ നാട്ടില് വരുന്നുണ്ട്. അതുപോലെ തന്നെ മരുന്നും ഡോക്ടറും കൗൺസിലേഴ്സും സജസ്റ്റ് ചെയ്ത പോലെ മുടങ്ങാതെ കഴിക്കുന്നുണ്ട്. ഈ മദ്യം റെഗുലറായിട്ട് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വളരെ ലേസി ആവുന്നു, ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, മദ്യപിക്കണം എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു. വേറെ മറ്റു കാര്യങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കുറച്ചിട്ട് ഈ ഒരു കാര്യത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് മുമ്പോട്ട് പോകുന്ന ഒരു രീതിയായിരുന്നു എൻ്റേത്. ഈ ട്രീറ്റ്മെന്റിന് ശേഷം ഇപ്പോൾ ജോലിയിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്.
കുടുംബത്തിന്റെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മൊത്തത്തിൽ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഫാമിലിയും ഫ്രണ്ട്സും കൊളീഗ്സും എല്ലാവരും. ഇപ്പോൾ നമുക്ക് മറ്റു പല പ്രയോറിറ്റികളും ഉണ്ട്. നേരത്തെ മദ്യപിക്കുക എന്നുള്ള ഒരു പ്രയോറിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ ആ ഒരു ചിന്തയെ മനസ്സിലേക്ക് വരുന്നില്ല. പകരം ജോലിയിലും വീട്ടിലെ കാര്യങ്ങളിലും കുട്ടികളുടെ കാര്യങ്ങളിലും ഒക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. എന്നോട് പറഞ്ഞതുപോലെ തന്നെ ഇനിയും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പിന് വരുന്നതായിരിക്കും. മരുന്നും കണ്ടിന്യൂ ചെയ്യുന്നു. എനിക്ക് ഇപ്പോൾ മദ്യപിക്കാനുള്ള ക്രേവിങ്സോ മറ്റു തോന്നലുകളോ ഒന്നുമില്ല. ഞാൻ കറക്റ്റായിട്ട് മരുന്നും കണ്ടിന്യൂ ചെയ്ത് ഫോളോ അപ്പ് എടുത്ത് മുമ്പോട്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു സോ മച്ച് സർ. സാറിന്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ച ഒരു വലിയ ഇൻസിഡന്റ് ആണ് ഇപ്പൊ നമ്മുടെ കൂടെ ഷെയർ ചെയ്തത് നമുക്കറിയാം. എന്തായാലും നമ്മുടെ കൂടെ മറ്റൊരു വ്യക്തി കൂടി ചേർന്നിട്ടുണ്ട്. അദ്ദേഹവും മാങ്ങാനം ട്രാഡയിൽ നിന്നും ഫുള്ളി റിക്കവർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ നമുക്ക് അദ്ദേഹത്തിന്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കേൾക്കാം SK ജംഗ്ഷനിലൂടെ തന്നെ. Greetings, and I am from Chennai. I am into the mechanical business as a gear manufacturer. Over time, I developed a habit of drinking on weekend, which slowly turned into a daily drinking and started affecting my life. Through one of my friends, I came to know about Trada. I came to Kottayam and stayed at Trada, and it became a turning point in my life. There, I had the opportunity to meet Sister Dr. Joan Madam, who helped me tremendously through her prayers, guidance, and support in Alcoholics Anonymous sections. She cared for me like a mother and gave me valuable insights on how to handle day-to-day life, anger management, and choose good friends and company. Because of the care and support I received at Trada, I truly feel like I have been reborn. I wholeheartedly congratulate not only Sister Joan Madam, but also all the counselors and staff at Trada for helping me become a better and more successful person. Thank you very much. താങ്ക് യു സോ മച്ച് സർ. എന്തായാലും മാങ്ങാനം ട്രാഡയുടെ ഫൗണ്ടർ ആയിട്ടുള്ള സിസ്റ്റർ ഡോക്ടർ ജോആൻ ചുങ്കപ്പുര നമ്മുടെ കൂടെ ഇത്രയും നേരം സംസാരിച്ച സിസ്റ്റർ തന്നെയായിരുന്നു. എന്തായാലും സിസ്റ്ററിന്റെ ഒരു വലിയ പാഷൻ ഒരുപാട് പേരുടെ ജീവിതങ്ങൾ മാറ്റിമറിച്ചു എന്നുള്ളത് നമ്മളിതാ നേരിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഇനി ഒരു പാട്ട് കേൾക്കാനായിട്ട് പോവാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ തിരിച്ചെത്തും SK ജംഗ്ഷനിലേക്ക്. ഇന്ന് സൂപ്പർ 26 മെയ് 31 നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സേ നോ ടൊബാക്കോ ഡേയുടെ സ്പെഷ്യൽ പ്രോഗ്രാമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് അന്നയുമാണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് SK ജംഗ്ഷനിലൂടെ സൂപ്പർ 26ന്റെ ഭാഗമായി സേ നോ ടൊബാക്കോ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന മെയ് 31 നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ആൻഡ് നമ്മുടെ കൂടെ മാങ്ങാനം ട്രാഡയുടെ ഫൗണ്ടർ സിസ്റ്റർ ഡോക്ടർ ജോആൻ ചുങ്കപ്പുര ഒരുപാട് റിയൽ ലൈഫ് എക്സ്പീരിയൻസുകളും അതുപോലെ ഈ ഒരു ബുദ്ധിമുട്ടുകളെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഈ ഒരു ഹോൾ ഇഷ്യൂവിനെ ഫേസ് ചെയ്യാം, അതിനെ തുടച്ചു നീക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും കുറച്ച് മുൻപ് നമ്മൾ കേട്ടത് ട്രാഡയിൽ നിന്ന് ഫുള്ളി റിക്കവർ ആയിട്ടുള്ള വ്യക്തികളുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി കൂടി നമ്മുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ ലൈഫിനെ മാറ്റിമറിച്ച ആ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കേൾക്കാം. നമസ്കാരം. ഞാൻ അമിത മദ്യാസക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു. ചെറുപ്പം തൊട്ടേ നല്ലപോലെ കഴിക്കണം. ചെറുപ്പം തൊട്ട് ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ തൊട്ടേ നല്ലപോലെ മദ്യപിക്കുമായിരുന്നു. പക്ഷെ എൻ്റെ മദ്യപാനം ആ നാട്ടിൽ തന്നെ ഒരു പാട്ടാണ്. കാരണം എത്ര കഴിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ആടുവോ അല്ലെങ്കിൽ ശബ്ദം കുഴയോ അങ്ങനത്തെ പ്രശ്നമൊന്നുങ്ങളൊന്നുമില്ല. പക്ഷെ എപ്പം നോക്കിയാലും ഇതിൻ്റെ സ്മെല്ല് കാണുമായിരിക്കും. ആ സമയത്തൊക്കെ കഴിക്കുന്ന സാധനത്തിന് വില കുറഞ്ഞ സാധനം ആയതുകൊണ്ട് ഇതിൻ്റെ സ്മെല്ല് കാണുമായിരുന്നായിരിക്കും ഒരു പക്ഷേ. അതുകൊണ്ട് എപ്പം നോക്കിയാലും നമ്മളിങ്ങനെ കിറങ്ങി നടക്കുന്ന പോലെ അവധി കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കുന്ന സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് അവധിയുള്ള സമയത്തൊക്കെ നമ്മളിങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും പോയി കമ്പനി അടിച്ച് കഴിക്കും. അതിന് നമുക്ക് പൈസ ഇല്ലെങ്കിലും വാങ്ങിച്ചു തരാനൊക്കെ ആളുണ്ട്. അപ്പം അങ്ങനെ അമിതമായിട്ടുള്ള മദ്യപാനമായി. പിന്നെ എന്നിട്ടും പോലും എനിക്ക് ഒരു ജോലി കിട്ടി. എൻ്റെ ക്വാളിഫിക്കേഷൻ അതായതുകൊണ്ട് എനിക്ക് ജോലി കിട്ടി. ബാംഗ്ലൂർ ജോലി കിട്ടി. ആ ബാംഗ്ലൂർ ദിവസം ഡെയിലി കഴിക്കാൻ തുടങ്ങി. നല്ല ശമ്പളം ഉണ്ടായിട്ടും താഴത്തെ ഈ വഴി സൈഡിൽ വിൽക്കുന്ന ആൾക്കാരുടെ നിന്ന് വൈകുന്നേരം കടം മേടിച്ച് പിറ്റേ ദിവസം ഓഫീസിൽ നിന്ന് കാശ് മേടിച്ച് അവർക്ക് കൊടുത്ത് കഴിക്കുന്ന രീതി വരെയായി. അത്ര മാത്രം തലനായി. ഈ മദ്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു രീതി വരെയായി. ആ ജോലി ഞാൻ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിട്ട് പോലും ഞാൻ അവിടെ നിൽക്കാതെ അവിടുത്തെ ജോലി കളഞ്ഞു. അത് കഴിഞ്ഞ് ഗൾഫിൽ ജോലി കിട്ടി. അവിടെ സ്ഥിരം മദ്യപാനം.
രാത്രിയിലൊക്കെ രാവിലെ ജോലിക്ക്, പക്ഷേ ജോലിക്ക് എങ്ങനെയോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റി. വിവാഹം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞു. ഭയങ്കര പ്രശ്നങ്ങളായി. എൻ്റെ ഭാര്യയ്ക്ക് അത് താങ്ങാൻ പറ്റുന്നതിലധികമായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പുറത്തൊന്നും പോകത്തില്ല. ഇത്രമാത്രം കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഒരു കുപ്പിയൊക്കെ ഒരു ദിവസം, ഒരു ഫുള്ളൊക്കെ ഒരു ദിവസം കുടിക്കുന്ന ഒരു വ്യക്തി, വിസ്കി കുടിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അത് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ മാത്രം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ വളരെയധികം മാനസിക വിഷമം അനുഭവിച്ചൊരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് ആ ജോലിയും എനിക്ക് ഉപേക്ഷിക്കണമെന്ന്, അവിടുന്ന് വേറെ ജോലി കിട്ടിപ്പോയി. ആ ജോലിയും വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് പോന്നു. നാട്ടിലൊന്നുമല്ലാത്ത ഒരു പരുവത്തിൽ വരെ ആയി. നാട്ടിൽ വന്ന് വീണ്ടും, പക്ഷേ എല്ലാവരാലും വെറുക്കപ്പെട്ട്, നല്ല ജോലി ഉണ്ടായിരുന്ന, ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന, അതുപോലെ ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്ന ഒരു വ്യക്തി നാട്ടിൽ വന്ന് ഭാര്യയോടും വീട്ടുകാരോടും പിണങ്ങി ഒറ്റയ്ക്ക് താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അത് അവിടെ നമുക്ക് ഉള്ളിലൊരു തോന്നലുണ്ടായിരുന്നല്ലോ, എങ്ങനെയെങ്കിലും ഇത് നിർത്തണമെന്ന്. അതിന് എൻ്റെ ഭാര്യ വീട്ടുകാരെന്നെ സഹായിച്ചു. അവർ പറഞ്ഞു ട്രാഡ, അവർ കണ്ടുപിടിച്ചാണ് ട്രാഡ. എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഞാൻ പുതുപ്പള്ളി പഠിച്ച ആളാണെങ്കിൽ പോലും ട്രാഡ കുറിച്ച് എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ ഭാര്യ വീട്ടുകാരെന്നെ അവിടെ കൊണ്ടാക്കി 31 ദിവസം അവിടെ ചികിത്സ കഴിഞ്ഞു. വളരെ ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് ഇതുപോലെ ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ഞാൻ, അതുപോലെ കൗൺസിലിങ്ങും അവിടുത്തെ കൗൺസിലേഴ്സും, പ്രത്യേകിച്ച് ഡോക്ടർ, അവിടുത്തെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ജോലിക്കാർ വളരെ കോപ്പറേറ്റീവായിട്ട് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള എല്ലാ പിന്തുണയും അവർ തന്നിട്ടുണ്ട്. ഇന്ത്യയിലെ കുറിച്ച് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഇന്ത്യയിലെ നമ്പർ 1 ഡി അഡിക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ട്രാഡ തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് തരത്തിൽ, ഞാൻ അത് കഴിഞ്ഞ് അവിടെ ഒരു 3-4 പേരെ കൊണ്ടാക്കാറ്. എനിക്ക് അത് അത്രമാത്രം വിശ്വാസമാണ്. ഇപ്പോഴും ഞാൻ അവിടെ ഫോളോ അപ്പിന് പോകുന്ന ഒരു വ്യക്തിയാണ്. 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ അവിടെ ചെല്ലും. 15 വർഷമായിട്ട് ഞാൻ മദ്യപിക്കുന്നില്ല. ഈ 15 വർഷം കൊണ്ട് എനിക്ക് ഉണ്ടായ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വീട് ഞാൻ വെച്ചു. എൻ്റെ കീഴിൽ ഇപ്പം 14 ജോലിക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ വർക്ക് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ 4000-ൽ അധികം കസ്റ്റമേഴ്സ് എനിക്കുണ്ട്. വാഹനം, എനിക്കിഷ്ടമുള്ള വാഹനം, നല്ല വലിയ കുഴപ്പമില്ല, ഒരു 10-14 ലക്ഷം രൂപയുള്ള ഒരു വാഹനം വാങ്ങിക്കാൻ പറ്റും. 2.5 ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരുന്ന സമയത്ത് എനിക്കൊരു സൈക്കിൾ പോലും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. ഈ മദ്യപാനം ഉപേക്ഷിച്ച് കഴിഞ്ഞ് അതുപോലെ നേട്ടമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് മുഴുവൻ ട്രാഡയിലെ ആൾക്കാർ. ഇപ്പോഴും എനിക്ക് അവരെ അത്ര നന്ദിയോടെ ഓർക്കാൻ പറ്റത്തുള്ളൂ. നല്ല ബന്ധവും എനിക്ക് അവരുമായിട്ടുണ്ട്. ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ഇത് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ അങ്ങോട്ട് പ്രിഫർ ചെയ്യും. അവരേക്കും നല്ല റിസൾട്ടുകളാണ് വന്നിരിക്കുന്നത്. ശരിക്കും മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ട പോലെ മൂർഖൻ പാമ്പിൻ്റെ തലയെ ചവിട്ടി നമ്മൾ പിടിച്ചിരിക്കുകയാണ്. കാലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊത്തും. ആ ആസക്തി എന്നിലുണ്ട്. പക്ഷെ അത് ഉണ്ടാകാതിരിക്കാൻ, ഞാൻ ജീവിതാവസാനം വരെ ഉള്ളതാണെന്ന് എനിക്ക് തിരിച്ചറിവുണ്ടാവുകയും അത് തിരിച്ചറിവ് ഉണ്ടാക്കി തന്നെ അവിടെ നിന്നാണ്. അതിനെ ഓവർകം ചെയ്യാനാണ് ഞാൻ ഈ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഫോളോ അപ്പിന് പോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവിടെ ചെല്ലാം. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് വളരെയധികം ഫ്രണ്ട്ലിയാണ്. നിങ്ങൾക്ക് നല്ലൊരു ഭാവിയും ഉണ്ടാവും. താങ്ക് യു സോ മച്ച് സർ. നമുക്കറിയാലോ, ഈ ലഹരിയിൽ നിന്ന് ഒരു മോചനം നേടുക എന്ന് പറയുന്നത് ചെറുതല്ല, കുറച്ചധികം കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ്. അതായത് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കരകയറാൻ കുറച്ചധികം പാടാണ്. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ടിനെ ഓവർകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫേസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ ട്രാഡ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളൊരു ഗ്യാരണ്ടി തന്നെയാണ് ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം, അല്ലേ? എന്തായാലും മദ്യപാനം അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മാറ്റിവെച്ചതിന് ശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെ പറ്റി കൂടി നമ്മൾ ഇപ്പം തന്നെ കേട്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വലിയ സെൻറ്റർ കൂടിയാണ് മാങ്ങാനം ട്രാഡ എന്ന് പറയുന്ന ടീം. സോ താങ്ക് യു സോ മച്ച് സർ വൺസ് അഗെയിൻ. നമുക്ക് എന്തായാലും ഇനിയൊരു ബ്യൂട്ടിഫുൾ സോങ്ങിന് ശേഷം തിരിച്ചെത്താം. നമുക്ക് എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ആൻഡ് ഇനി വരുമ്പോൾ മാങ്ങാനം ട്രാഡയുടെ ഫൗണ്ടർ സിസ്റ്റർ ഡോക്ടർ ജോആൻ ചുങ്കപ്പുരയും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. കേട്ടുകൊണ്ടേയിരിക്കും സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം കൂടെയുള്ളത് തന്നെയാണ് 89.6 FM സർഗക്ഷേത്ര. SK Junction.
എന്തായാലും ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് തന്നെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. മാങ്ങാനം ട്രാഡയുടെ ഫൗണ്ടർ, അതായത് ടോട്ടൽ റെസ്പോൺസ് ടു ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ്, ഈ ഒരു വലിയ സംരംഭത്തിന്റെ തുടക്കക്കാരി സിസ്റ്റർ ഡോക്ടർ ജോആൻ ചുങ്കപ്പുര. ഒപ്പം തന്നെ സിസ്റ്റർ സേ നോ ടുബാക്കോ ഡേ വരുന്നുണ്ട് മെയ് 31. സിസ്റ്ററിന് എന്താണ് നമ്മുടെ ലിസണേഴ്സിനോട് പറയാനുള്ളത്? ഈ സേ നോ ടു ടുബാക്കോ എന്ന് പറയുന്ന വലിയൊരു സ്ലോഗൻ തന്നെയാണ്. ഒരു കാലത്ത് സിഗരറ്റ് വലിക്കുന്ന ഒരു ഫാഷനായിട്ട് കരുതിയിരുന്നു. അത് സിനിമകളിൽ കാണിക്കുകയും പരസ്യങ്ങളിൽ കാണിക്കുകയും ചെയ്തിരുന്നു. മെൽബറോടെയൊക്കെ പരസ്യം തന്നെ കുതിരപ്പുറത്താണ് എന്ന് പറയുമ്പോൾ വലിയൊരു ഇമാജിനി ലോകം സൃഷ്ടിക്കുകയാണ് യുവജനങ്ങളുടെ ഇടയിൽ. തന്നെയല്ല, വല്ലപ്പോഴും ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതും ആണത്വത്തിൻ്റെ ഒരു ഭാഗമാണെന്നും മലയാളികൾ ചിന്തിച്ചിരുന്നു. ഇന്നും അതുപോലെ തന്നെ ഒരു അപ്പർ ക്ലാസ് മോഡലായിട്ടാണ് ഈ സിഗരറ്റ് വന്നിരിക്കുന്നത്. പല പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. അവർ ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ തന്നെ പരസ്പരം ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഒരു മിഥ്യയാണ്. ഇതിൽ നിക്കോട്ടിൻ ആർട്ടിഫിഷ്യലായിട്ട് കിട്ടുന്ന ഒരു സ്റ്റിമുലേഷനാണ്. അതിൽ നിന്ന് ചിലപ്പോൾ ഒരു സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഒരു താൻ വലിയ ആളാണെന്നുള്ള ഒരു ആത്മവിശ്വാസം കിട്ടും. ഇത് താൽക്കാലികമാണെന്ന് മാത്രമല്ല, തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് എടുത്തു കളയുകയും കുറവുണ്ടാക്കുകയും ഡിപ്രഷനിലേക്ക് കൊണ്ടുപോവുകയും സൂയിസൈഡ് വരെ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. ഒരിക്കലും എക്സ്പെരിമെൻ്റ് ചെയ്യരുത്. അങ്ങനെയുള്ള പരസ്യങ്ങളോ അങ്ങനെയുള്ള സ്റ്റോക്കുകളോ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലോ നിങ്ങൾ കൂട്ടുകൂടരുത്. മറ്റുള്ളവരെ കൂടെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി ടുബാക്കോ ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നീങ്ങാം. താങ്ക് യു സോ മച്ച് സിസ്റ്റർ. എന്തായാലും സിസ്റ്ററിൻ്റെ ഈ ലാസ്റ്റ് പറഞ്ഞ ഓരോ വാക്കുകളും ഞാൻ ആലോചിക്കുകയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരാൾ ഇത്തരത്തിലുള്ളൊരു അഡിക്ഷനിൽ നിന്നും വിട്ടു നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം രക്ഷപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിക്കാതെ കൃത്യമായിട്ടുള്ളൊരു നല്ലൊരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നാടും അതുപോലെ തന്നെ നമ്മളെല്ലാവരും സുഖം പ്രാപിക്കും, അല്ലെങ്കിൽ ഒരു അസുഖത്തിൽ നിന്ന് വിമുക്തി നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇന്നത്തെ ആ ഒരു ദിവസത്തിൻ്റെ, അതായത് മെയ് 31 ഒരു പ്രത്യേകത, അതായത് സേ നോ ടു ടുബാക്കോ എന്നുള്ള സ്ലോഗൻ നമ്മുടെ ലൈഫിൽ ഓരോ മൊമെന്റിലും അത് കൃത്യമായിട്ട് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാം, അല്ലേ സിസ്റ്റർ? ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മാങ്ങാനം ട്രാഡയുടെ ഫൗണ്ടർ സിസ്റ്റർ ഡോക്ടർ ജോആൻ ചുങ്കപ്പുരയാണ്. സിസ്റ്റർ, ഒരുപാട് സന്തോഷം ഈ ഒരു ദിവസത്തിൽ നമ്മുടെ കൂടെ സംസാരിച്ചതിലും വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ കൂടെ ഷെയർ ചെയ്തതിലും. സോ ഈ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഒരുപാട് റിലീഫ് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെല്ലാം ഒരുപാട് നന്ദി തന്നെയാണ് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് പറയാനുള്ള ഒരു കാര്യവും. താങ്ക് യു വെരി മച്ച് അന്ന. യു ആർ വെരി സ്മാർട്ട്, ഡെഡിക്കേറ്റഡ്, ഇൻട്രസ്റ്റഡ്. To help youth through awareness is a big grace. കാരണം അറിവില്ലായ്മ കൊണ്ടാണ് പലരും ഇയൽപ്പാറ്റകൾ പോലെ ഇത്തരം അഡിക്ഷന് അടിമപ്പെട്ടാ പോകുന്നത്. അറിവ് ഏറ്റവും വലിയ സമ്പത്താണ്, പരസ്പരം പങ്കുവയ്ക്കാം. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. ആൻഡ് കേട്ടോടെയിരിക്കൂ, കലക്കൻ പരിപാടികളുമായിട്ട് നമ്മൾ തിരിച്ചെത്തുന്നതായിരിക്കും. സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെ ഉണ്ടായിരുന്നത് അന്നയുമാണ്. 89.6 FM സർഗക്ഷേത്ര.